വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന് മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളായി മാറിയ നടിമാരാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവരൊക്കെ ഇന്ത്യക്കാരല്ലായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന് മലയാളത്തിൽ സൂപ്പർ താരങ്ങളായി മാറിയ നടിമാരാണ്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് പഴയകാല നടി സുജാതയാണ്. 1952 ശ്രീലങ്കയിലെ ഗാലി എന്ന സ്ഥലത്താണ് ഇവർ ജനിച്ചത്. ശ്രീലങ്കയിൽ സെറ്റിൽഡായ മലയാളി ഫാമിലിയായിരുന്നു സുജാതയുടേത്. 15 വയസ്സുവരെ ശ്രീലങ്കയിലായിരുന്നു സുജാത ജീവിച്ചിരുന്നത്. പിന്നീട് കേരളത്തിലേക്ക് താമസം മാറ്റുകയായിരുന്നു. 1965 പുറത്തിറങ്ങിയ അമ്മു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത്. പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും 1971 പുറത്തിറങ്ങിയ എറണാകുളം ജംഗ്ഷൻ എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ ശ്രദ്ധിക്കപ്പെടുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, കന്നഡ സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഭാഷകളിലെ സൂപ്പർ നായികയായിരുന്നു ഇവർ. അന്നത്തെ സൂപ്പർ താരങ്ങളായിരുന്ന പ്രേം നസീർ, സത്യൻ, രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങി വലിയ താരങ്ങളോടൊപ്പം ഇവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ തമിഴിൽ ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നു. പിന്നീട് 1980-കൾക്ക് ശേഷം അമ്മ വേഷങ്ങളിലേക്കും ക്യാരക്ടർ റോളുകളിലേക്കും മാറിയ സുജാത മലയാളം, തമിഴ് ഭാഷകളിലെ സൂപ്പർ താരങ്ങളുടെ അമ്മയായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2011 ഏപ്രിൽ 6 സുജാത മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇവരുടെ പ്രായം 58 വയസ്സായിരുന്നു. ഹൃദയാഘാതമായിരുന്നു ഇവരുടെ മരണകാരണം. 2005 മലയാളത്തിൽ റിലീസായ ചന്ദ്രോത്സവം, മയൂകം എന്നീ ചിത്രങ്ങളിലാണ് മലയാളത്തിൽ ഇവർ അവസാനമായി അഭിനയിച്ചത്. അടുത്തത് നടി രഞ്ജിനിയാണ്. രഞ്ജിനി സിംഗപ്പൂരിലാണ് ജനിച്ചത്. 4 തലമുറകളായി സിംഗപ്പൂരിൽ ജീവിക്കുന്ന തമിഴ് ഫാമിലിയായിരുന്നു രഞ്ജിനിയുടേത്. സാഷ സെൽവരാജ് എന്നാണ് രഞ്ജിനിയുടെ യഥാർത്ഥ പേര്. തമിഴിലെ പ്രശസ്തനായ സംവിധായകനും രഞ്ജിനിയുടെ അച്ഛൻ്റെ സുഹൃത്തുമായ ഭാരതി രാജയാണ് രഞ്ജിനിയെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. 1985 പുറത്തിറങ്ങിയ മുതൽ മര്യാദ എന്ന തമിഴ് സിനിമയിലൂടെയാണ് ഇവർ സിനിമ അഭിനയ രംഗത്തേക്ക് വരുന്നത്. സംവിധായകൻ ഭാരതിരാജ് തന്നെയാണ് സാഷ എന്ന പേര് മാറ്റി രഞ്ജിനി എന്ന പേര് നൽകിയത്. എന്നാൽ രഞ്ജിനി മലയാള സിനിമയിലേക്ക് വരുന്നത് 1987 റിലീസായ സ്വാതി തിരുനാൾ എന്ന സിനിമയിലൂടെയാണ്. എന്നാൽ 1988 പുറത്തിറങ്ങി മോഹൻലാൽ നായകനെത്തിയ ചിത്രം എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെയാണ് രഞ്ജിനി മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു, കോട്ടയം കുഞ്ഞച്ചൻ, ന്യൂസ്, വർണ്ണം തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ് എന്നീ ഭാഷകൾക്ക് പുറമെ കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിലും രഞ്ജിനി അഭിനയിച്ചിരുന്നു. മലയാളത്തിലെ പോലെ തന്നെ തമിഴിലെയും സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിക്കാൻ രഞ്ജിനിക്ക് അവസരം ലഭിച്ചിരുന്നു. മിക്കവാറും സിനിമകൾ സൂപ്പർ ഹിറ്റുമായിരുന്നു. സൗത്ത് ഇന്ത്യൻ സിനിമയിൽ സൂപ്പർ നായികയായിരിക്കുമ്പോഴാണ് വിവാഹത്തെ തുടർന്ന് രഞ്ജിനി പിന്നീട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത്. 1992 വിവാഹത്തിന് ശേഷം പൂർണ്ണമായും സിനിമയിൽ നിന്നും മാറി നിന്നു. പിന്നീട് 2014 ഇവർ സിനിമാ രംഗത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രഞ്ജിനിയുടെ സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നായിക മനീഷ കൊയ്രാളയാണ്. ഏതാനും ചില മലയാള സിനിമകളിൽ മാത്രമാണ് മനീഷ കൊയ്രാള അഭിനയിച്ചിരിക്കുന്നതെങ്കിലും തമിഴ്, ഹിന്ദി സിനിമകളിലൂടെ നമുക്ക് അടുത്തറിയാവുന്ന നായിക തന്നെയാണ്. എന്നാൽ നമ്മുടെ മനീഷ കൊയ്രാള നേപ്പാളുകാരിയാണ്. 1970 നേപ്പാളിലെ ബിരാട് നഗറിലാണ് ഇവർ ജനിച്ചത്. നേപ്പാളിലെ ശക്തമായൊരു രാഷ്ട്രീയ കുടുംബത്തിലാണ് മനീഷ കൊയ്രാള ജനിക്കുന്നത്. മനീഷ കൊയ്രാളയുടെ മുത്തച്ഛൻ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. മനീഷ കൊയ്രാളയുടെ അച്ഛൻ ക്യാബിനറ്റ് മിനിസ്റ്ററുമായിരുന്നു. 1989 പുറത്തിറങ്ങിയ ഭേരി ബെട്ടുല എന്ന നേപ്പാളി സിനിമയിലൂടെയാണ് മനീഷ കൊയ്രാള അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 1991 പുറത്തിറങ്ങിയ സൗദാഗർ എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് ഇന്ത്യൻ സിനിമാ രംഗത്തേക്ക് മനീഷ കൊയ്രാള എത്തുന്നത്. പിന്നീട് ഒരുപാട് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷമാണ് 1995 മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോംബെ എന്ന സിനിമയിൽ നായികയായി എത്തുന്നത്.
ബോംബെ എന്ന സിനിമ മനീഷ കൊയ്രാളയുടെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഈ സിനിമയുടെ വിജയത്തിന് ശേഷം ഒരുപാട് സിനിമകൾ ഇവരെ തേടിയെത്തി. പിന്നീട് ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ താരങ്ങളായ ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, രജനികാന്ത്, കമൽഹാസൻ തുടങ്ങിയവരുടെ നായികയായി നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചു. എന്നാൽ നമ്മുടെ മലയാളത്തിൽ മനീഷ കൊയ്രാള ഇലക്ട്ര, ഇടവപ്പാതി എന്നീ 2 ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചത്. നിർഭാഗ്യവശാൽ ഈ 2 സിനിമകളും ശ്രദ്ധിക്കപ്പെടാതെ പോയി. കമൽഹാസൻ നായകനായെത്തിയ ഇന്ത്യൻ, രജനികാന്തിന്റെ ബാബ, അർജുൻ അഭിനയിച്ച മുതൽവൻ, ഷാറൂഖ് ഖാന്റെ ദിൽസെ എന്നീ ചിത്രങ്ങൾ ഇന്നും മനീഷ കൊയ്രാളയെ ഓർത്തിരിക്കുന്ന ചില പടങ്ങളാണ്. 2010 മനീഷ കൊയ്രാള വിവാഹിതയാകുന്നത്. 2012 തന്നെ ആ ബന്ധം വേർപിരിയുകയും ചെയ്തു. അതിനിടയിൽ മനീഷ കൊയ്രാളയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുകയും ചെയ്തു. ക്യാൻസറിനോടൊക്കെ പടപൊരുതി ഒരുപാട് കഷ്ടതകളൊക്കെ സഹിച്ച് ഇപ്പോഴും ചില സിനിമകളിൽ അഭിനയിച്ചു വരികയാണ് നമ്മുടെ മനീഷ കൊയ്രാള. മനീഷ കൊയ്രാളയുടെ ഇപ്പോഴത്തെ പ്രായം 55 വയസ്സാണ്. മനീഷ കൊയ്രാള എന്ന നടിയെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അടുത്തത് നടി വിമല രാമനാണ്. വിമല രാമൻ ജനിച്ചതും വളർന്നതും ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ്. വിമല രാമൻ മികച്ചൊരു നർത്തകിയും 2004 മിസ് ഇന്ത്യ ഓസ്ട്രേലിയ ടൈറ്റിൽ വിന്നറുമാണ്. 2006 റിലീസായ പൊയ് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ഇവർ സിനിമ അഭിനയ രംഗത്തേക്ക് വരുന്നത്. 2007 റിലീസായി സുരേഷ് ഗോപി നായകനായെത്തിയ ടൈം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് വിമല രാമൻ വരുന്നത്. പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി നിരവധി സിനിമകളിൽ വിമല രാമൻ അഭിനയിച്ചിട്ടുണ്ട്. 2016 പുറത്തിറങ്ങി മോഹൻലാൽ നായകനെത്തിയ ഒപ്പം എന്ന ചിത്രത്തിലെ പ്രകടനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. 2025 പുറത്തിറങ്ങിയ മദ്രാസി എന്ന തമിഴ് ചിത്രത്തിലും അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കെ റാംപ് എന്ന തെലുങ്ക് സിനിമയുമാണ് ഇവരുടേതായി അവസാനമായി റിലീസായ സിനിമകൾ. ഈ തെലുങ്ക് സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു വിമല രാമൻ എത്തിയത്. അടുത്ത് നമ്മുടെ മമത മോഹൻദാസ് ആണ്. 1984 മമത ബഹ്റൈനിലാണ് ജനിച്ചത്. 2005 റിലീസായ മയൂഖം എന്ന സിനിമയിലൂടെയാണ് മമത സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത്. പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ബസ് കണ്ടക്ടർ, 2006 ലങ്ക തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് മലയാളത്തിലും തമിഴിലുമായി നിരവധി സിനിമകളിൽ മമത നായികയായി അഭിനയിച്ചു. അഭിനയത്തിൽ മാത്രമല്ല മികച്ചൊരു ഗായിക കൂടിയാണ് മമത മോഹൻദാസ്. സിനിമ പിന്നണി ഗായികയായും മമത തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. തമിഴിൽ ഉൾപ്പെടെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾക്ക് മമത ശബ്ദം നൽകിയിട്ടുണ്ട്. ഇത്രയും നടിമാരെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.